ഉമ്മൻചാണ്ടിക്കെതിരായ സോളാർ പരാതിക്കാരിയുടെ കത്ത് ഗണേഷ് കുമാർ പറഞ്ഞതുപോലെ എഴുതി കൈമാറിയത് ശരണ്യ മനോജ് ആണെന്ന വിവരമാണ് പുറത്തുവരുന്നത്. സോളാർ പ്രതി പിന്നീട് ഇത് സ്വന്തം കൈപ്പടയിലേക്ക് മാറ്റി എഴുതി. മൊഴി നൽകി പ്രതിയുടെ അഭിഭാഷകൻ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. സോളാർ കേസ് പ്രതിയുടെ കത്തിൽ ഉമ്മൻചാണ്ടിയുടെയും കോൺഗ്രസ് നേതാക്കളുടെയും പേര് എഴുതി ചേർക്കുന്ന കേസിൽ നിർണായക മൊഴിയുമായി പ്രതിയുടെ അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണൻ. ഉമ്മൻചാണ്ടിക്കും കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ചുള്ള 4 പേജ് കത്ത് ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം എഴുതി സോളാർ കേസ് പ്രതിക്ക് കൈമാറിയത് ഗണേഷ് കുമാറിന്റെ ബന്ധു കൂടിയായ ശരണ്യ മനോജ് ആണെന്നും കൊട്ടാരക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയിൽ ഫെനി മൊഴി നൽകി. ഈ നിർദ്ദേശങ്ങൾ അനുസരിച്ച് സോളാർ പ്രതി പിന്നീട് ഇത് സ്വന്തം കൈപ്പടയിലേക്ക് മാറ്റി നൽകുകയായിരുന്നുവെന്നും പ്രതിയുടെ അഭിഭാഷകനായ ഫെനി കൊട്ടാരക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയിൽ ബോധിപ്പിച്ചു. 2013 ജൂലൈ 19 തയ്യാറാക്കി ജൂലൈ 27 പത്തനംതിട്ട ജയിലിൽ ഫെനിക്ക് പ്രതി കൈമാറിയ കത്തിൽ 21 പേജാണ് ഉണ്ടായിരുന്നതെന്നും എന്നാൽ സോളാർ കമ്മീഷൻ നൽകിയത് 25 പേജുള്ള വ്യാജ കത്താണെന്നും ഫെനി ബാലകൃഷ്ണൻ മൊഴി നൽകിയിട്ടുണ്ട്. സോളാർ പ്രതി ജയിലിൽ നിന്ന് എഴുതിയ കത്തിൽ ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്താൻ ഗൂഢാലോചന നടത്തി 4 പേജ് അധികമായി എഴുതി ചേർത്തുവെന്ന് ആരോപിച്ച അഭിഭാഷകൻ സുധീർ ജേക്കബ് നൽകിയ കേസിലാണ് വിചാരണ നടക്കുന്നത്. സോളാർ പ്രതിയും കെ ബി ഗണേഷ് കുമാറും 1ഉം 2ഉം പ്രതികളാണ്. കേസിൽ വിചാരണ തെരഞ്ഞെടുപ്പ് കഴിയും വരെ മാറ്റിവെക്കണമെന്ന ഗണേഷ് കുമാറിന്റെ ഹർജി മാർച്ച് 11 മാറ്റി. സോളാർ കേസ് പ്രതിയുടെ കത്തിൽ ഉമ്മൻചാണ്ടിയുടെയും കോൺഗ്രസ് നേതാക്കളുടെയും പേര് എഴുതി ചേർത്തെന്ന കേസിൽ ഗണേഷ് കുമാർ നേരിൽ കണ്ട സഹായം അഭ്യർത്ഥിച്ചുവെന്നും ഫെനി ബാലകൃഷ്ണന്റെ മൊഴിയിലുണ്ട്. 2015 ഏപ്രിൽ MC റോഡിൽ നിന്നും ഏനാത്തിനും കൊട്ടാരക്കരയ്ക്കും ഇടയിലായിരുന്നു ഗണേഷ് കുമാറുമായുള്ള കൂടിക്കാഴ്ച. ഗണേഷ് കുമാറിന്റെ PA പ്രദീപ് കുമാറാണ് തന്നെ വിളിച്ചു വരുത്തിയതെന്നും മറ്റൊരു കാറിലെത്തിയ ഗണേഷ് പ്രദീപിന്റെ കാറിൽ കയറുകയും ഫെനിയോട് സഹായം അഭ്യർത്ഥിക്കുകയുമായിരുന്നുവെന്നാണ് ഫെനി വിവരിക്കുന്നത്. പ്രദീപിനെയും ശരണ്യ മനോജിനെയുമാണ് കാര്യങ്ങൾ ചുമതലപ്പെടുത്തിയിരുന്നതെന്നും അവർ പറയുന്നത് പോലെ ചെയ്യണമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. പിന്നീട് പലതവണ ഫോണിൽ വിളിച്ചും നിർദ്ദേശങ്ങൾ തന്നിരുന്നുവെന്നും ഫെനി ബാലകൃഷ്ണൻ മൊഴി നൽകിയിട്ടുണ്ട്. 2015 മെയ് 12 MC റോഡിൽ കൊട്ടാരക്കര ഫെയ്ത്ത് ഹോമിന് സമീപം കാത്തുനിന്നാണ് ഗണേഷ് കുമാറിന്റെ ബന്ധുവായ ശരണ്യ മനോജ് കാറിലെത്തിയ ഫെനിക്കും പ്രതിക്കും കത്ത് കൈമാറിയത്. 4 പേജുള്ള കത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സോളാർ കേസ് പ്രതിയെ ക്ലിഫ് ഹൗസിൽ പീഡിപ്പിച്ചുവെന്നും KC വേണുഗോപാൽ, അടൂർ പ്രകാശ്, AP അനിൽകുമാർ, ഹൈബി ഈഡൻ എന്നിവർ പല സ്ഥലങ്ങളിൽ പീഡിപ്പിച്ചുവെന്നും എഴുതിയിരുന്നു. എന്തിനാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നതെന്ന ഫെനിയുടെ ചോദ്യത്തിന് ഇവരെല്ലാം ചേർന്ന് ഗണേഷിന്റെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുത്തിയതെന്നും അതിന് അവർക്കിട്ട് പണി കൊടുക്കണമെന്നുമായിരുന്നു മനോജിന്റെ മറുപടി. തിരുവനന്തപുരത്തെത്തിയാണ് കത്ത് പ്രതി സ്വന്തം കൈപ്പടയിൽ മാറ്റി എഴുതിയതെന്നും ഫെനി ബാലകൃഷ്ണൻ മൊഴി നൽകി. ഏതായാലും ആദ്യഘട്ടത്തിൽ ഉമ്മൻചാണ്ടി പിതാവിനെ പോലെയാണെന്ന് പറഞ്ഞ സോളാർ പരാതിക്കാരി പിന്നീട് മൊഴി മാറ്റിയത് അന്ന് തന്നെ ചർച്ചാ വിഷയമായതാണ്. നാട്ടിലുള്ള എല്ലാവരും പീഡിപ്പിച്ചുവെന്ന് പരാതി പറഞ്ഞ അവർ ആദ്യഘട്ടത്തിൽ ഇത്തരം ഒരു പരാതി അവസാന ഘട്ടം എത്തും വരെ ഇതിനെ ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല. എന്നാൽ വളരെ പെട്ടെന്ന് ഉമ്മൻചാണ്ടിയെ ഇതിൽ പ്രതിയാക്കിയപ്പോൾ വലിയ ചർച്ചകളാണ് കേരളീയ പൊതുസമൂഹത്തിലുണ്ടായത്. ആരും അത് വിശ്വസിച്ചുമില്ല. പിന്നീട് ഉമ്മൻചാണ്ടിയെ കുറ്റവിമുക്തനാക്കുകയും തെളിവിന്റെ ഒരു അംശം പോലും ഇല്ല എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഏതായാലും അതിന്റെ പിന്നിലുള്ള അണിയറ രഹസ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മന്ത്രി KB ഗണേഷ് കുമാർ അന്നേ ഇതിന്റെ പിന്നിലുണ്ടായിരുന്നുവെന്ന് സംശയമുണ്ടായിരുന്നു. ഗണേഷ് കുമാർ പറയുന്നത് ഉമ്മൻചാണ്ടിയാണ് തന്റെ കുടുംബം നശിപ്പിച്ചതെന്നാണ്. എന്നാൽ ഗണേഷ് കുമാറിന്റെ പല സ്ത്രീ ബന്ധങ്ങളുമാണ് ഗണേഷ് കുമാറിന്റെ കുടുംബം നശിപ്പിച്ചതെന്ന് കേരളത്തിലുള്ള പൊതുജനങ്ങൾക്ക് മുഴുവനും അറിയാം. അതുമാത്രമല്ല, ഈ വിഷയം പരമാവധി ഒതുക്കി തീർക്കാനായി ഗണേഷ് കുമാറിന്റെ കുടുംബ വിഷയത്തിലടക്കം പല കാര്യങ്ങളും ഉമ്മൻചാണ്ടി ചെയ്യുകയും ചെയ്തിരുന്നു. ഉമ്മൻചാണ്ടിയോട് ബിജു രാധാകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ അവസാനം വരെയും ഉമ്മൻചാണ്ടി തുറന്നും പറഞ്ഞില്ല. ഏതായാലും ഉമ്മൻചാണ്ടിയുടെ മരണശേഷമെങ്കിലും സത്യം തെളിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.